ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് വർക്കുകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റൂമിൽ നമുക്കിവിടെ ഒരു വാർഡ്രോബ് ചെയ്യാണ്ട്. അപ്പോൾ വർക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ തൊട്ടന്നെ ഒരു ബെഡ്റൂമും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു വാർഡ്രോബ് ചെയ്യാണ്ട്. അപ്പോൾ ഇത് സെയിം ആയിട്ടാണ് വരുന്നത്, രണ്ടും ഒരേ രീതിയിലുള്ളൊരു വാർഡ്രോബാണ്. പിന്നെ നമുക്കിവിടെ ചെയ്യാനുള്ളത് കിച്ചണിലെ വർക്കാണ്. അപ്പോൾ കിച്ചണിൽ സ്ലാബിൻ്റെ അടിയിൽ വരുന്ന വർക്കാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലൊരു ഫ്രെയിം നമ്മൾ മുന്നേ ഗ്രാനൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഡോറ് വെച്ച് കൊടുക്കാനുണ്ട്. പിന്നെ വർക്ക് ഏരിയയിൽ നമുക്ക് കുറച്ച് ഡ്രോവറും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്കിവിടെ ചെയ്യാനുള്ളത് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വരുന്ന ഒരു കബോർഡും കൂടെയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണത് ഈ അളവിലാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിം നമ്മൾ ഫുള്ളായിട്ട് അടിക്കണില്ല, ഫ്രണ്ടിലേക്ക് ഒപ്പാക്കി അടിച്ചിട്ട് ഈ സ്റ്റെപ്പായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഫ്രെയിം അടിക്കണില്ല. അപ്പോൾ ഈ ഡബിൾ മാർക്കിങ് ചെയ്ത ഭാഗം മാത്രമേ നമുക്ക് ഫ്രെയിം വരുന്നുള്ളൂ. അപ്പോൾ ഈ വർക്ക് നമ്മൾ ഫ്രെയിം ഇങ്ങനെ അടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റെപ്പുകൾ തള്ളി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സെക്ഷൻ വെച്ച് നോക്കിയിട്ട് ഇത് പുറത്തേക്കും അകത്തേക്കും തള്ളി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് ഈ വർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഫ്രെയിം അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ സൈഡിൽ ടൈൽസ് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അളവ് അതുപോലെ ലെവലൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഡോറ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈൽസിൻ്റെ ഭാഗത്തേക്ക് ഒരു അരഞ്ച് കയറ്റിയിട്ടിട്ട് ഡോറ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇതിൻ്റെ ഡോറിൻ്റെ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡോറിൻ്റെ അളവ് നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഡോറാണ് നമുക്ക് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് ഹൈറ്റ് 26.78 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സൈഡ് 20.78, ഒരു സൈഡ് 6 ആണ് വരുന്നത്. 20.78 6ഉം 26.78. അപ്പോൾ രണ്ടും അത് ഒരേ മാതിരി വരണം. അതേപോലെ 19.4-ന് 9.75-ഉം 9.5-യാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ 19.4 കിട്ടണം. അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡും. ഹൈറ്റ് അളവ് ഏതാ വരുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള അളവ് 2 അളവും കൂടി കൂട്ടിയ ആ അളവ് കിട്ടണം. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് വേണം ഡോറ് കട്ട് ചെയ്യാൻ. അപ്പം ഇതിൻ്റെ ഹൈറ്റ് ടോട്ടൽ 5.8 ആണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഉള്ളിലത്തെ അളവ് എടുത്തിട്ട്. അപ്പോൾ അടിയിലേക്ക് 1.8 ഫ്രെയിമിലേക്ക് ഇറങ്ങി നിൽക്കും. ബാക്കി അരഞ്ച് ടോപ്പിൽ ടൈൽസിലേക്ക് കയറി നിൽക്കും ചെയ്യും. അത് കഴിഞ്ഞിട്ട് വിടുത്തെടുക്കുമ്പോൾ നമ്മൾ അടിഭാഗത്തെ വിടുത്തെടുത്തിട്ട് ഫ്രെയിമിലേക്ക് 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.18 കൂട്ടിയിടുമ്പോൾ നമ്മൾ അതിനെ പകുതിയാക്കിയിട്ട് 2 സൈഡത്തെ ഫ്രെയിമിലേക്ക് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലെ അളവും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡോറ് ഇവിടെ ഒരു ഡോറ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തിട്ടൊന്ന് നമുക്ക് ക്ലിയർ ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്കുള്ള ഷീറ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഡോറ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോറ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ വിചാരിച്ച അളവൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് കാണാം. അപ്പോൾ ഈ കബോർഡിൽ 4 ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 2 ഡോറ് ഡബിൾ ഡോറാണ്. അപ്പോൾ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ളത് 2 ഡോറാണ് വരുന്നത്. ലാസ്റ്റ് വരുന്നത് നമുക്കൊരു ചെറിയൊരു ഫിക്സാണ് വരുന്നത്. അപ്പോൾ ആ ചെറിയ ഫിക്സാണ് നമ്മളിപ്പോൾ ഇവിടെ ഷീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്
വളരെ ചെറിയ ഫിക്സാണ്, പക്ഷെ നമുക്കിവിടെ മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെറുതാക്കിയിട്ടാണ് ആ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫ്രെയിമിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്തിട്ടാണ് ഈ ചെറിയ ഫിക്സ് ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യണത്. ഇപ്പം നമ്മൾ ഡോറ് കാര്യങ്ങളൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഡോറ് നമുക്ക് ഫ്രെയിമിലൊന്ന് തൂക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 1.25 സ്ക്വയറാണ്. അപ്പോൾ ജെ ഫ്രെയിമിലാണ് ഇതിൻ്റെ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കളർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇപ്പോൾ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് ഗ്രാനൈറ്റ് വരുന്നത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രെയിമിനും ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രോസ് ബോണ്ട് കമ്പനിയുടെ PVC ലാമിനേറ്റ് ഷീറ്റാണ് നമ്മൾ ഈ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഈ വർക്കുകൾ നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വർക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് ഫിനിഷിങ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വർക്ക് കണ്ടു നോക്കാം. അപ്പോൾ കിച്ചണിലെ ഫ്രെയിം സെറ്റിംഗ് വർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാൾഡ്രോബിൻ്റെ ഡോറിൽ എങ്ങനെ മിറർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യണതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ വാൾഡ്രോബിൻ്റെ ബാക്കിയുള്ള വർക്കൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ സ്ക്രീനിലും ഐ ബട്ടണിലൊക്കെ നമ്മൾ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ മിറർ സെറ്റ് ചെയ്യണത് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ സൈറ്റിലേക്ക് ഫിറ്റിംഗ് വർക്കിന് പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് നമ്മൾ ഈ മിറർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് ഈ മിറർ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഡോറിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ 8 ഇഞ്ച് വെച്ചിട്ടാണ് ഈ മിറർ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഡോറിൻ്റെ അളവിൽ നിന്ന് 4 ഇഞ്ച് കമ്മിയാക്കിയിട്ടാണ് മിററിൻ്റെ അളവ് കട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലും ഈ 2 ഇഞ്ച് ബോർഡറായിട്ട് മിറർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ 2 ഇഞ്ച് ബോർഡർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഹാൻഡിലും ലോക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് എന്തായാലും 2 ഇഞ്ച് തന്നെ ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇഞ്ചസ് വരുന്ന ഭാഗത്തേക്ക് കുറച്ച് കമ്മിയാക്കിയിട്ട് കൊടുത്താലും മിറർ ചെറിയ മിററൊക്കെ ആണെങ്കിൽ കമ്മിയാക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഈ ഹാൻഡിൽ ലോക്കൊക്കെ വരുന്ന ഭാഗത്ത് മാക്സിമം 2 ഇഞ്ചേലും കൊടുക്കണം. എങ്കിലാണ് നമുക്ക് അവിടെ ലോക്കൊക്കെ വെച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോറിൻ്റെ സൈസിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഞങ്ങളിവിടെ ചെയ്യുന്നൊരു രീതി ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ സിലിക്കോണ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ മിററിൻ്റെ ബാക്കിൽ നമ്മൾ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മിററിന് പിന്നീട് കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അതുപോലെ ഇതിന് 2 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബോൾട്ട് ചെയ്യണമായിരിക്കും. അപ്പോൾ ഈ ഹോൾസിൻ്റെ അവിടെ നമ്മൾ സിലിക്കോണ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു നമ്മൾ തുളക്കുമ്പോഴൊക്കെ ചെറിയൊരു ജെർക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് മിറർ സ്ക്രാച്ച് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോൾസിൻ്റെ അവിടെ എന്തായാലും സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ ടോപ്പിലും ബോട്ടത്തിലും ഓരോ ഹോൾസാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ മിററിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഹോൾസ് ടോപ്പിലും ബോട്ടത്തിലും ഈ 2 എണ്ണം വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഇത് സിലിക്കോണ് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. ഡോറിൻ്റെ ഷീറ്റും മിററും തമ്മിൽ ഗ്യാപ്പില്ലാത്ത രീതിയിൽ തന്നെ നമ്മളിത് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ വെയിറ്റ് കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു വെയിറ്റാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ ബോൾട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ബോൾട്ട് മാത്രമായിരിക്കുമ്പോൾ നമുക്ക് ഈ ഡോറ് അടക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ ജെർക്കിങ് വരുമ്പോൾ നമുക്ക് പിന്നീട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഒന്നുകൂടെ ഒരു സേഫ്റ്റി കിട്ടുമെന്നുള്ളതിലാണ് നമ്മൾ ഈ വർക്ക് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതിൻ്റെ ബോൾട്ട് ഇടാനുള്ള ഹോൾസ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ സിലിക്കോൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിറർ പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് മിറർ താഴത്തേക്ക് വീഴില്ല. അപ്പോൾ അതങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ കാലിലേക്ക് വീഴുക അല്ലെങ്കിൽ നിലത്തിലേക്ക് വീണിട്ട് ചിതറിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒരു ലൈനായിട്ട് അവിടെ അങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് ബോൾട്ടും കൂടെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബോൾട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടേബിളിൻ്റെ ടോപ്പിലൊക്കെ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസർ വെച്ച് കൊടുക്കുന്ന ഒരു രീതിയിൽ കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബോൾട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്ത വർക്ക് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വാൾഡ്രോബിൻ്റെ ഔട്ടർ ഫ്രെയിമെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ കളർ തന്നെയാണ് ഫ്രെയിം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ PVC ലാമിനേറ്റ് ഷീറ്റ് തന്നെയാണ് നമ്മൾ ഈ വാൾഡ്രോബിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വീട്ടി കളറ് വുഡൻ കളർ ഫിനിഷിങ്ങിലാണ്. അപ്പോൾ ഡോറിനകത്തായിട്ട് നമ്മൾ ഇതിലൊരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. 3 ഡോറിലായിട്ടാണ് നമ്മൾ ഈ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെൻറ്റർ ഡോറിൽ നമ്മളൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹാൻഡിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പ് ഹാൻഡിലാണ്. അപ്പോൾ അത് 10 ഇഞ്ച് സൈസിലാണ് ഹാൻഡിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്ത വാൾഡ്രോബാണിത്. അപ്പോൾ ഇതിൻ്റെ വർക്കും ഇപ്പോൾ ഫുള്ളായിട്ട് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഈ വാൾഡ്രോബും കൂടി ഒന്ന് തുറന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മുടെ ചാനലിൽ ഇതിനോടം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കുകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 1.25 സ്ക്വയറാണ്. അപ്പോൾ ആ സ്ക്വയർ അത്യാവശ്യം തിക്നെസ് വരുന്ന ഫ്രെയിം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ നമ്മൾ ഇഞ്ചസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം വുഡിൻ്റെ റീപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറിൽ വരുന്ന ഇഞ്ചസിൽ നമ്മൾ 532 റിബിറ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെയ്ത വർക്കിനെ കുറിച്ചിട്ട് ഞാൻ ഒരുവിധം പോയിന്റുകളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ കിച്ചൻ്റെ ഡോറ് കംപ്ലീറ്റ് ഹാൻഡിൽ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഡോറിലും നമ്മൾ മാഗ്നറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രെയിമെല്ലാം നമ്മൾ സ്റ്റീലിൻ്റെ കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷീറ്റ് വന്നിട്ടുള്ളത് നമുക്ക് PVC ലാമിനേറ്റ് ഷീറ്റ് തന്നെയാണ്. ബ്ലാക്കും സിൽവറും കളർ കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.